ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു പോയി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം എടുത്തത് എന്തിനാ തീരുമാനം കൊണ്ടുണ്ട? ഉമർ ഖത്താബിന്റെ കാലത്തില്, ഉമർ ഖത്താബ് ഭരണം നടത്തുന്ന കാലത്തില് പെണ്ണിങ്ങ മഹർ യാറെ കേൾക്കുക തുടങ്ങിയ. മഹറു ചൊല്ലത് പെണ്ണിന്റെ അവകാശമാണ്. പെണ്ണുകത് എത്തരം കേക്ക. ഞങ്ങൾ കൊടുത്ത കാലി ഒന്നേ സാറാമേ ആവണുണ്ടെന്തോ ഇല്ല. പെണ്ണുക്ക് എത്തരം കേക്ക. പെണ്ണുക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് മൈക്കാലത്തെ ടൗണിലൊരു ഫ്ലാറ്റ് കെട്ടി തരണം, അതാണ് എന്റെ മഹർ. പെണ്ണുക്ക് കേക്ക. അത് കൊടുക്കണു തീരണ പെണ്ണിന്റെ കായം തയമയ്യ. അതല്ല ഒരു പെണ്ണു ചൊന്നാറെന്നാ 25 പവന്റെ ആന്റിക്കിരെ മാലമേ തരണു മഹറ്. ഓണക്ക് 25 പവൻ നോക്കിട്ടേക്കല്ല ജീവന. ഓണക്ക് പവണിಗೆ എത്ര ഗ്രാം ഉണ്ടേ ಗೊತ್ತಿಲ್ಲ. ഇയാള് ചൊല്ലുന്ന അതെന്ത് ಗೊತ್ತಿಲ್ಲ. നന്റെ ഒരു വെള്ളിയുടെ മോതിരം അത് വേണം മഹർ തന്നെ ഇല്ല. പെണ്ണു ചൊന്ന മഹർ കൊടുക്കാണ്ട് നിന്റെ കായന്ത സ്വഭാവം നിക്കാഹയുടെ ഷർത്താണ്. അത് പെണ്ണിന്റെ അവകാശമാണ്. അതുകൊണ്ട് പെണ്ണുകത് എത്രയും കേക്ക മഹർ. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ കാലത്തിൽ പെണ്ണുമക്കൾ യാറെ മഹർ കേൾക്കോ തുടങ്ങിയ. അങ്ങനെ അവകാശമല്ല. അപ്പൊ പെണ്ണുമക്കൾ മഹർ കേൾക്കുമ്പോ സുമാർ സ്വഹാബികൾക്ക് മങ്ങിലാവണമെങ്കിൽ സാധ്യമാത്തൊരു പരിസ്ഥിതി വന്നുപോയി. കാരണം ഈ മഹർ അങ്ങനെ കൊടുക്കുന്ന ഇണ്ടും നിങ്ങൾ നോക്കൂ. ഒരു അറബിയിൽ എത്തരമാ സൗദിയിലുള്ള ആൾമാർ ശ്രീലങ്കത്ത് പോയിട്ട് മങ്ങിലായി വേണ്ട, ബാംഗ്ലാദേശത്ത് പോയിട്ട് മങ്ങിലായി വേണ്ട, ഇന്ത്യക്ക് വന്ന് മങ്ങിലായി പോയില്ല, കേരളത്തെ പെൺമക്കളെ മങ്ങിലായം കൊണ്ട, ബ്രസീലിക്ക് പോയിട്ട് മങ്ങിലായി കൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. എന്തേ? സൗദി അറബിച്ചുകളായ പെണ്ണുമക്കൾ മഹർ കൊടുക്കുക അങ്ങനെ കൊണ്ട് സാധ്യമല്ല. മഹർ കേൾക്കട അറിയണ്ട. പക്ഷെ നഗലരായത്തിൽ പാവ പെണ്ണുമക്കൾ അവർ മനസ്സിലുള്ള റഹ്മത്ത് കരുണ കൊണ്ടിട്ടുണ്ടല്ലേ. ഞങ്ങൾ ചൊമ്പത്തെ ആൾമാർ മങ്ങിലായിട്ട് നെമ്മതിരുള്ളി. ഞങ്ങളെ പെണ്ണുങ്ങൾ മക്കളെ മഹർ കേട്ടും കൊടുക്കണോ ഇല്ല. മങ്ങിലാവാല മങ്ങിലാവണമെങ്കിൽ ഒരാണിക്ക് പെണ്ണ് കേട്ട് മഹർ കൊടുക്കണേ. ആണ് ഇപ്പറ കേക്കടെ കാശ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. കേട്ടെങ്കിൽ ഹലാലാവയില്ല. അത് വിഷയം വേറെ, അത് വിഷയം വേറെ. പക്ഷേ പെണ്ണ് കേട്ട് മഹർ കൊടുക്കണു. ആ മഹർ അത് പൂർണ്ണമായിട്ടും അതിന് അവകാശം പെണ്ണുക്ക് മാത്രമേ. വേറെ ഒരാൾക്ക് ആ മഹർ തൊട്ടുമെങ്കിൽ അവകാശമില്ല. ഞങ്ങ മഹർ കൊടുത്തെങ്കിൽ ഏറിപ്പോയെങ്കിൽ 1.5 തിങ്കൾ മാത്രമുള്ള കൽത്തരിക്കടെ. അത് 1.5 തിങ്കൾ ഒരു 4 വടിയിട്ടാൽ വിരുന്ന് പോകുമ്പോ ബാക്കി 1 തിങ്കൾ 26 നാൾ കപ്പാട്ടിലേന്ന്. പിന്നെ ഇവിടെ ഉണ്ട്. പിന്നെ അത് മുത്തോട്ട് ഫൈനാൻസിലുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാഗ്രത വിത്തിട്ട് ഒരു ആട്ടോ എടുത്ത ഉസ്താദിന്റെ പറഞ്ഞു, ഉസ്താദ് എന്ത് ബാണി എന്തും കൈപിടിക്കില്ല. ആട്ടോ എടുത്ത അതും മറത്ത് കുത്തിട്ടു ഗ്യാരേജ് എന്തിന് റിപ്പയറിയാക്കോ പൈസ ഇല്ല. എന്റെ കാരണം ഹലാലായ സമ്പത്തിൽ അല്ല കൊണ്ട് ഈ ബാണിയെ തുടങ്ങിയ രക്ഷ. എന്റെ ഉസ്താദ് പെണ്ണിന്റെ ബംഗാറ് ഹലാലല്ലേ? ഹലാലായ മാത്രമല്ല അവരെ തൊയ്യുഭാവം പൂർണ്ണമായി മനസ്സറിഞ്ഞിട്ട് കിട്ടിയ സമ്പത്തിലായിട്ട് കൊടുക്കുന്ന അങ്ങനെ കച്ചവടം അങ്ങനെ ഡൈപ്പോ. ഒരു പെണ്ണിന്റെ മഹർ, ആ മഹർ പിറകിടക്കിട്ട് എന്ത് സമ്പ്രദായ. അതാ പെണ്ണുകല്ല അവകാശം. അവൾക്ക് എന്തും ആക്കാം. സ്വതക്ക കൊടുക്ക. അവൾ അബ്ബക്ക് കടയില്ലെങ്കിൽ ആ കടത്ത് തീർക്കൊണ്ട് കൊടുക്ക. അവളെ ആങ്ങളക്ക് വിസ വന്നിട്ട് അതൊക്കെ പൈസ കെട്ടണമെന്നില്ലെങ്കിൽ പേരെങ്കിൽ മൂത്ത ഉണക്ക് ദാണായിട്ട് അതിനെ കൊടുക്കാം. അത് അവളുടെ അവസരമാണ്, അവകാശമാണ്. ഒരാണ് ഒരു പെണ്ണിന്റെ നിക്കാഹായിട്ട് കണ്ടെങ്കിൽ ആ പെണ്ണുക്ക് നിശ്ചയിച്ച് കനികത്തെ മഹർ നിക്കാഹയുടെ സന്ദർഭത്തിൽ ആ പെണ്ണുക്ക് കൊടുക്കൽ കട്ടായമാണ്. ആ മഹർ പിറകെടുക്കണകുല്ലെ സന്ദർഭം ഒരേ ഒരു സന്ദർഭം നിക്കാഹായിട്ട് വീട്ടുകൂടരേക്ക് നിക്കാഹായിട്ട് പെണ്ണും ആണും പരസ്പരം ഒന്നാവിടേക്ക് അങ്ങക്ക് മീത്ത് ത്വലാഖ അഥവാ ഈ നിക്കാഹയുടെ ഈ ബന്ധത്തെ മീത്ത് വേർപ്പെടുത്തേണ്ട കണ്ടെങ്കിൽ അത് പെണ്ണിന്റെ കാരണത്തിലാണ് ഈ ബന്ധം മുറിഞ്ഞേട്ട് കണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മഹറിന്റെ പിറകൊടുക്കൊണ്ടുകൊല്ലേ അവകാശ ആണുകൊണ്ടു. അതല്ല നിക്കാഹായിട്ട് വീട്ടുകൂടരേക്ക് മുന്നുള്ള ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തേണ്ട കണ്ടെങ്കിൽ അത് ആണ്ട് കാരണാണ്ട് കണ്ടെങ്കിൽ പാതി മഹർ ആണ് പെണ്ണുക്ക് കൊടുക്കുന്നു. പാതി മഹർ പിറകെടുക്കാൻ വീട്ടുകൂടാത്തത് കൊണ്ട്, പരസ്പരം ഒന്നാവാത്തത് കൊണ്ട്. അർത്ഥാക്കിയല്ലോ? അതല്ല പരസ്പരം ഒന്നായാൽ പിന്നെയാണ് ഈ നിക്കാഹയുടെ ബന്ധം മുറിഞ്ഞ ത്വലാഖായ ഫസ്ഹായ ഖുൽആയ എന്തൊരു ബെനഗാ.
പരസ്പരം ഒന്നായാൽ പിന്നെ ഒരേ ഒരു നാളാണങ്ങ ഒട്ടികയില്ലേ ഒന്നായിടാറ്. എന്നിട്ടാണ് അങ്ങനെ വിവാഹത്തെ ഈ ബന്ധം മുറിഞ്ഞു പോയി എങ്കിൽ ആ മഹറിൽ ഒരു അവകാശവും ആണകില്ല. അഥവാ നിക്കാഹായ സാധുക്ക് ആ മഹർ കൊണ്ടുപോയിട്ട് പെണ്ണിന്റെ കയ്യിൽ കൊടുക്കുടേക്ക് മുന്നൊടുമീത്ത് ഈ പുതിയ അഥവാ പുതിയ പെണ്ണ മരണപ്പെട്ടു പോയെങ്കിൽ പോലും ആ മഹിളായ പുതിയ മഹറിൽ അവകാശമില്ല. എന്തിരെ ഞങ്ങൾ പഠിച്ചിരപ്പെട്ട മുസ്ലിമീങ്ങള് മഹറെ സംബന്ധിച്ചിട്ട് എന്ത് അറിവാണ് ഞങ്ങൾക്കുള്ളേ? പെണ്ണുക അവകാശമായ മഹറ് നിക്കാഹായിട്ട് വീട്ടുകൂടേക്ക് മുന്നോടു ആ പുതിയ കായന്ത് കതിച്ച് അതേ ജാഗില് കായന്ത് കഞ്ഞൽ പിന്നെ മറിച്ചു പോയേണ്ട കണ്ടെങ്കിൽ പോലും ആ മഹറ് വെച്ച കനികത്തെ നിക്കാഹാമ്പ വെച്ച മഹറ് ആ പെണ്ണുടെ അവകാശമാ. അഥവാ നിക്കാഹായിട്ട് വീട്ടുകൂടേക്ക് മുന്നോളൂ പുതുപെണ്ണ് ചമഞ്ഞിട്ട് തീപ്പാടി ആ ജാഗില് പെണ്ണ് മീത് മരണപ്പെട്ടു പോയേണ്ട കണ്ടെങ്കിൽ ഈ നിക്കാഹയുടെ സദസ്സിൽ വെച്ച മഹർ അവകാശ ആ മറിച്ചുപോയ പെണ്ണുടെ അവകാശികളാ. മഹറാണക്ക് പെറുകൊടുക്കണില്ല, അവകാശം ഇസ്ലാമിലില്ല. പക്ഷേ മഹർ എത്ര കേൾക്കണോ അഥവാ മഹർ എത്ര കൊടുക്കണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലോടു 500 ദിർഹം അടക്കാണ് യാറ മഹർ കൊടുക്കൽ സുന്നത്ത് എതിരാണ്. പെണ്ണുങ്ങളെ 500 ദിർഹം അടക്കാണ് യാറ മഹർ കേൾക്കലും സുന്നത്ത് എതിരാണ്. ഒരാൾ 500 ദിർഹം അടക്കാണ് യാറ മഹർ കൊടുത്തെങ്കില് അഥവാ ഒരു പെണ്ണ് 500 ദിർഹം അടക്കാണ് യാറ മഹർ കേട്ടെങ്കില് നിക്കാഹ് സമാവില്ല. അഥവാ തപ്പു ഹറാമുണ്ടെന്നുമില്ല. പക്ഷെ ഒരു സുന്നത്തങ്ങ് നഷ്ടപ്പെട്ടു പോണ്ടു. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുടെ കാലത്തില് ആ കാലത്തെ പെണ്ണുങ്ങൾ നല്ലോണം മഹർ കേൾക്കുമ്പോ നല്ലോണം മഹർ കേൾക്കുമ്പോ ഒരുപാട് സ്വഹാബികൾക്ക് മങ്ങിലാവണത് തടസ്സമായി പോയപ്പാ ഖലീഫ ഉമറുൽ ഫാറൂഖുടെ ഗമനത്തുക ഗുണപണ്ടാറ് മഹർ ചൊമ്മ കേട്ടത് കൊണ്ട് ചൊമ്മ പാലകാരമാറ മങ്ങിലാവാണ്ട് ബാക്കിയായിടാറ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനെടുക്കട് പെണ്ണുങ്ങളെ മഹർ വിഷയത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാന കൈകൊള്ളുടു. എന്തിന് തീരുമാന? മഹറുക നാളൊരു പരിധി നിശ്ചയിക്കട. അതിനൊക്കാന യാറ മഹർ മീത് ഒരു പെണ്ണ് കേട്ടേണ്ട കണ്ടെങ്കിൽ ആ യാറത്തെ മഹർ ഇസ്ലാമുടെ ഭരണാധികാരിയുടെ ഖജനാവുക്ക് കൊടുക്കണോ? ഗവൺമെന്റ് സീസാക്കിയതുപോലെ ഖലീഫ ആ യാറത്തെ മഹർ സ്വീകരിക്കട്. അഥവാ സീസാക്കി വെക്കരു ചൊല്ലുമ്പോ അതേ ഒരു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ തീരുമാനത്തെ പാസാക്കിട്. എന്തിന് തീരുമാന? മഹർക പരിധി നിശ്ചയിക്കട്. അതിനൊക്കാണ് യാറ മഹർ ഒരാളും കേൾക്കുക തീര, ഒരാളും കൊടുക്കൊണുകും തീര. കൊടുത്തെങ്കിലാ കേട്ടെങ്കിലാ ഈ ഖലീഫ നിശ്ചയിച്ച കനികത്തെ മഹറെ കാണ യാറത്തെ മഹർ അത് ഖലീഫയുടെ ഫണ്ട് സീസാവുടൂ. ഈ തീരുമാനത്തെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എടുത്ത സമയത്തില് ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളൊട്ടിಗೆ ഒരു വയസ്സായ പെണ്ണിനെ എഞ്ചി നിന്നു ചൊല്ലുടു. ഓ ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ അധികാരം കയ്യിലുണ്ടോ ചൊന്നിട്ടു. അല്ലാഹുടെ ഖുർആനിന് എതിരെ നിങ്ങൾ തീരുമാനിക്കൊണ്ട് കായാറാ. ഭരണം കയ്യിലുണ്ടോ ചൊന്നിട്ട് അധികാരം കയ്യിലുണ്ടോ ചൊന്നിട്ടു. അല്ലാഹുടെ ഖുർആനിന് എതിരായിട്ട് തീരുമാനിക്കണ എത്ര വലിയ ആള് നിങ്ങായാറ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തിരെ ഉമ്മ അല്ലാഹുവിന്റെ ഖുർആനിന് എതിരായിട്ട് ഉമ്മയുടെ തീരുമാനം എന്തിരെ? ആ സഹോദരി ചൊല്ലു പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നിസായുടെ ഒരു ആയത്ത് ഓതിട്ട് ആ പെണ്ണിനെ ചൊല്ലുടു. വഇന്നറതും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജി വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറാ
വലാ തഅഖുദൂ മിൻഹു ശൈആ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നിസായുടെ 20ാമത്തെ ആയത്തിൽ ചൊല്ലുടൂ. സൂറത്തുൻ നിസായുടെ 20ാമത്തെ ആയത്തിൽ ചൊല്ലുടൂ. നിഗമീത്ത് ഒരു പെഞ്ഞായിര സ്ഥാനത്തേക്ക്, ഒരു നിക്കാഹായ പെഞ്ഞായിര സ്ഥാനത്തേക്ക് പിന്നൊരു പെഞ്ഞായിര നിങ്ങൾ കൊണവണ്ടാറുണ്ട് കണ്ടെങ്കിൽ, അഥവാ ഒന്നാമത്തെ പെഞ്ഞായിര ത്വലാഖാക്കിട്ട് രണ്ടാമത് നിങ്ങൊരു പെഞ്ഞായിര മങ്ങിലായി കൊണവണ്ടേണ്ട് കണ്ടെങ്കിൽ, ആ ഒന്നാമത്തെ പെഞ്ഞായിക്ക് എത്ര മഹർ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ആ മഹറിന് ഒരു തെല്ല് പോലും പിറകു കേൾക്കണ അവകാശമില്ല. ആ പെണ്ണുകൾ നിങ്ങൾ എത്ര മഹർ കൊടുത്തിട്ടില്ലെങ്കിലും അല്ലാഹു ഖുർആനിൽ ചൊന്നിട്ടില്ലെങ്കിൽ ആ മഹർ ഇത്രേ കൊടുക്കണോട് തീരുമാനിക്കണോ നിങ്ങൾ ആരാണ് ഖലീഫ. പെണ്ണിങ്ങനെ ബുദ്ധിശക്തി കണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹദീസായി പോട്ടെ സമല്ല പെണ്ണുങ്ങൾ ചൊല്ലത് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലു. നിങ്ങൾ എത്ര മഹർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് പിറകു കേൾക്കണോ തീരാണ്. അപ്പൊ എത്രണ്ട് ഖുർആൻ ചൊല്ലുമ്പോ നാണതൊരു ഇത്രേ കേൾക്കണോണ്ട് പരിധി നിശ്ചയിക്കണോ നാണാണ്. ഉമർ ഖത്താബ് ഉടനെ ചൊല്ലു, ഖലീഫ ഭരണാധികാരി ഉമറെടുത്ത് കണക്കെറ്റ തീരുമാനത്തെ പിറകെടുത്തിട്ട് മഹറിന്റെ വിഷയത്തിൽ ഞാൻ നിശ്ചയിച്ച പരിധി വെച്ചതിനെ ഞാൻ പിറകെടുത്ത്. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ കൈകാട്ടിച്ചുകൊണ്ട്, ഉമരേ മദീനത്തിൽ നിങ്ങളെ കാണാൻ വലിയ വലിയ വിവരമുള്ള ആളുമാരുള്ള, ഉമരേ മദീനത്തിൽ നിങ്ങളെ കാണാൻ വലിയ വലിയ അറിവുള്ള ഇൽമുള്ള ആളുള്ള, ഒരു മനുഷ്യ ഒരു ഭരണാധികാരിക്ക് തപ്പു സംഭവിച്ചിട്ട് ഒരു പെണ്ണിങ്ങ അക്കടെ വെളിവാക്കിയത് ചൊന്നു തന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി. നങ്ങന്റെ ചൊല്ലാതെ എന്ത് പേനയിക്കട്ടെ ഞങ്ങളെ തീരുമാനാക്കിയിട്ടായി അല്ലേ. സുബ്ഹാനല്ലാഹ്, ഭരണാധികാരിമാർ അങ്ങ് ഈ സമൂഹത്തെ ആളുമാരെ ഭരണം നടത്തുന്ന സമയത്തിൽ വലിയ ഒരു ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ സമൂഹത്തെ എഴുതപ്പെങ്കിൽ അങ്ങം അത് ഉത്തരവാദിയാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള പിരിസപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, മാഷാ അല്ലാഹ്, ഈ കുടുംബാടി പള്ളിയുടെ പരിസരത്തിൽ മഹിളാ ശരീഅത്ത് കോളേജ് തുടങ്ങടേക്ക് മുന്നിൽ ആമിന സഹരിയ മഹിളാ അക്കാഡമി ചൊന്നിട്ടു സഹരിയ ഡിപ്ലോമ കോഴ്സ് ഒരു 100 നാള് അസർ 5:30 ഗಂಟೆ 6:30 ಗಂಟೆ തോറ ഒരു ഗಂಟೆ പെണ്ണിങ്ങും പെണ്ണു മക്ക ബാലകർത്തിമാരാണെങ്കിൽ ചെറിയ മക്കളാണെങ്കിൽ ആർക്കാണെങ്കിലും ഒരു ഗಂಟೆയുടെ ഒരു തരബേതി ശിബിരം 100 ക്ലാസ് ഫ്രീ ആയിട്ട് ഈ ജമാഅത്ത് കമ്മിറ്റി തീരുമാനമാക്കി. അതിന്റെ സദുപയോഗ പടയണോ. എത്ര പെണ്ണിങ്ങ വയസ്സായ പെണ്ണിനെ ജനാപത്ത് കുളി, നിർബന്ധമായ കുളി, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുടെ വിഷയത്തെ ഒരു മൊത്തം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ആക്കിയിട്ടാകുമ്പോ ആ ക്ലാസ്സിൽ ഒരു കടലാസ് വന്നിരകൊണ്ട ഉസ്താദെ ഈ തരത്തിൽ കുളിച്ച് ഇങ്ങനെമേ കുളിച്ചെങ്കിലാണ് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി അവിടെ കണ്ടെങ്കിൽ വല്ലാഹി എന്റെ ജീവിതത്തിൽ നാ കുളിച്ച് ഇന്ത്യ വരെ കൊല്ല ഒരു കുളി സമായിട്ടില്ല. നാണിപ്പം അശുദ്ധിയായിട്ടുള്ള മദ്രസത്തിൽ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ ഈ വിഷയത്തെല്ലാം ഒരു പഠിപ്പാട്ടി കൊടുത്തു. അങ്ങത് പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ജീവനത്തിൽ അത് ബറുമ്പൊത്തുകു അങ്ങൊരു വലിയ ശുദ്ധികാറാകുമ്പോത്തുക അതേത് നെനപ്പിക്കില്ല. ഇസ്ലാമുടെ വിഷയത്തിൽ അതിന്റെ ഗന്ധകാടി എന്തിനുണ്ട് ഗുന്തിക്കില്ല. അള്ളാന്റെ പരിശുദ്ധ ഖുർആന്റെ പൂർണ്ണമായിട്ട് അംഗീകരിപ്പണായ ആളുമാരാണ് മുസ്ലിമീങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുടെ പോലത്തെ സ്വഹാബിക, പ്രഗൽഭനായ സ്വഹാബിയ, വലിയ ജൂത പണ്ഡിതനാണ്. തൗറാത്ത് ബൈഹാട്ടിന്റെ കനികത്തെ മഹാനാണ്. അയാള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് ഷഹാദത്ത് കലിമ മുസ്ലിമായി. പക്ഷെ മുസ്ലിം ആയെങ്കിലും തൗറാത്ത് നല്ലോണം പഠിച്ച ആളല്ലേ. അയാൾക്ക് തൗറാത്തിനെ മറക്കണകാവില്ല. അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്ന് കേൾക്കുന്ന നബിയെ, ഞാൻ നിസ്കരിക്കുമൊത്തുക നിസ്കാരത്തിലോട് 2 കേര തൗറാത്തിനെ ഓതട്ട. അഥവാ തൗറാത്തിൽ ചൊന്നുകനിക്ക് ചില വിഷയത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഫോളോ ആക്കട്ട. അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലിയ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാം കടക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസത്തെ പ്രബോധിക്കുന്നു.
നിങ്ങൾ പൂർണ്ണമായിട്ട് മുസ്ലിം ആയില്ല. അതുകൊണ്ടാണ് തൗറാത്തിനെ നിങ്ങൾ മറക്കൊണ്ടാവാത്തെ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നിട്ട് മങ്ങിലത്തെ 302 DJ പാട്ട് വെച്ചിട്ട് ഔത്തുലൊരു ആർക്കസ്ട്ര ആക്കട്ടാണ്ടല്ല കേട്ടേ. മങ്ങിലത്തെ 302 400 ബ്രൈഡൽ ഷോ ആക്കട്ടാണ്ടല്ല കേട്ടേ. കർപ്പുഞ്ചായ സന്ദർഭത്തിൽ 400 ബേബി ഷവർ ആക്കട്ടാണ്ടല്ല കേട്ടേ. മങ്ങിലായിട്ട് 40 കുലിക്കിരണ്ട് മോശമായ തരത്തിലല്ലേ അള്ളാഹു നിഅമത്തായി തന്നെ കനികത് കിടാവു. ആ കിടാവ് കൊന്ന് പല്ല് പറമ്പത്തുക പോലും അത് അള്ളാഹുടെ നിഅമത്ത് ചൊന്ന് ഓർക്കാണ്ട് ഫസ്റ്റ് ടീത്ത് ചൊന്ന് സെലിബ്രേറ്റ് ആക്കിയിട്ട് ഈ സമുദായത്തെ ഇസ്സത്തിനെ നശിപ്പിക്കൊള്ളൂ, നാണം കെടുത്തൊരു തയ്യാറായ കനികത്തെ ഒരു സമുദായത്തെ പോലെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പോയിട്ട് നബിയേ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി തന്റെ ഭാഗത്തിൽ വന്നെങ്കിൽ ഇസ്ലാമിക എന്തെങ്കിലും നഷ്ടാവാണ്ടല്ല കേട്ടേ. അള്ളാഹു ഖുർആന്റെ കാണുമൊന്നും ഇറക്കിയ കനികത്തെ ഗ്രന്ഥം, ആ ഗ്രന്ഥമായ തൗറാത്തിൽ ചൊന്ന ചില വിഷയത്തെ നാണ് ഫോളോ ആകട്ടെ നബിയേ. അത് കേട്ട സമയത്തിൽ അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിറങ്ങുന്ന പെണ്ണുങ്ങള് യാ അയ്യുഹല്ലദീന ആമനൂ ഖൽബുൽ ഈമാന്റെ പ്രഭയുള്ള പ്രകാശമുള്ള മുസ്ലിമീങ്ങള് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമുക കടക്കണു. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമുക കടക്കണു. ഏത് വിഷയത്തിലും ഇസ്ലാം എന്തിനാ ചൊല്ല അങ്ങനെയായി ജീവിക്കണു. അങ്ങനെ ജീവിക്കിടക്കാൻ ഒരാള് ദുനിയാവിൽ പരാജയപ്പെടില്ല, ആഖിറത്തിൽ തലതക്ക് പാട്ടനായി വരാല. അതുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ തന്റെ സമുദായം പിഴച്ചു പോകുത്തുകൂ, തന്റെ സമുദായം അനാചാരമായ മാർഗത്തിലൂടെ ജീവിക്കുമ്പോത്തുകൂ, തന്റെ സമുദായത്തെ എല്ലാ ഹറാമ്യത്തുക തുറന്ന് വേദി കിട്ടുമ്പോത്തുകൂ, തന്റെ സമുദായത്തെ ഏത് പെടക്ക തറാക്കൊണുകൊള്ള സമയ സന്ദർഭം കിട്ടുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് പിൻപറ്റിയിട്ട് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ആദർശത്തെ ഫോളോ ആക്കി ജീവിക്കുന്ന ആര് തയ്യാറാവടാണ്. ആഖിറു സമാനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ആര് മുടികെ പിടിക്കറാണ്. അവിടെ 100 ഷഹീദിന്റെ കൂലി ഉണ്ട് സ്വഹാബ. ഉഹുദ് യുദ്ധത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മുസ്ലിമായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഒരു കാലത്തിൽ വലിയ പൈസക്കാരനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കുതിരൽ ഓടുമ്പോ നോക്കണു നിന്റെ മദീനത്തെ എത്ര ബാലകർത്തി സഹോദരിമാരാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അതെല്ലാത്തെ ത്യാഗം ചെയ്തിട്ട് അല്ലാഹുവിന് വേണ്ടി ജീവിക്കണക വന്നപ്പ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയായി ജീവിക്കണക തയ്യാറായിട്ട് അവസാനം ഉഹുദ് രണാങ്കണത്തിൽ ഷഹീദായി മയ്യത്തായി കിടക്കുമ്പോ ആ കഫന്റെ ഒന്ന് പൂർണ്ണമായി കഫൻ ചെയ്യുക പോലും ഒരു ഫുള്ളായിട്ട് മറമാടുക ഒരു തുണി കിട്ടില്ല. തലയുടെ ഭാഗത്തെ കഫൻ ചെയ്തിട്ട് അതാ കാല് ഭാഗത്തെ മറക്കട എങ്ങനെ കൊണ്ടുണ്ട് പെണ്ണുങ്ങള്. ഉംറത്തുകും ഹജ്ജുകും പോയ സമയത്തില് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഉഹുദ് പർവ്വതത്തെ ഉറങ്ങിയ പുല്ല് കൊണ വന്നിട്ട് ആ ഉണങ്ങിയ കനികത്തെ ഉഹുദ് പർവ്വതത്തിലുള്ള പുല്ലുടെ കൊണ വന്നിട്ട് ആ പുല്ല് കവറാക്കിയിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുടെ കഫൻ ചെയ്യിട്. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഭാഗത്തിൽ എന്ത് പ്രതിഫലമാണോ ഉള്ളത് അങ്ങനത്തെ 100 പ്രതിഫലമാണ്. ആഖിറു സമാനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റി ജീവിക്കുന്ന ഒരാള് തയ്യാറാവണമെങ്കിൽ കോളേജിക്ക് പോവണ്ട, ശിക്ഷണ പഠിക്കണ്ട, ഇസ്ലാം എവിടും ചൊല്ലില്ല. പക്ഷെ ഏത് ശിക്ഷണത്തെ പേരിലാണെങ്കിലും ഇസ്ലാമിന്റെ ശരീഅത്തിനെ വലിച്ചെറിഞ്ഞിട്ട് തോന്നിയാസിയായിട്ട് മനസ്സുക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരാള് തയ്യാറാവണമെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കണമടോ. അതാണ് നിങ്ങൾ അനുഭവിച്ചോണ്ടല്ലേ.
ആ നഷ്ടമാണ് ഞങ്ങൾ വന്നോട്ടുള്ളേ, ആ കഷ്ടത്തുകാണ് ഞങ്ങൾ മുളകായോട്ടുള്ളേ. അതുകൊണ്ട് മാഷാ അല്ലാഹ് ഈ ജമാഅത്ത് കമ്മിറ്റി തീരുമാനം ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്. ഇതര ജമാഅത്തിലെ ആളുമാർക്കും കമ്മിറ്റി ഭാരവാഹികൾക്കും നേതാക്കന്മാർക്കും ഇതൊരു മോഡലാവണം, ഇതൊരു മാതൃകാവണം. ഞങ്ങളുടെ രാജ്യത്തെ ബാലകാരന്മാർ, മദ്രസ വിട്ടുപോയ ബാലകാരന്മാർ അങ്ങ് ഒരു ഗേറ്റഡ് ക്ലാസ്, ഞങ്ങളുടെ രാജ്യത്തെ ഉമ്മമാർ, സഹോദരിമാർ, പെങ്ങന്മാർ, ഞങ്ങളുടെ രാജ്യത്തെ പെണ്ണുമക്കൾ അങ്ങ് ഒരു ഗേറ്റഡ് ക്ലാസ് ഫ്രീ ആയിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണു. ഏത് സംശയത്തെ നിവാരണാക്കിയിട്ട് പഠിക്കണു, ഖുർആനോദനു പഠിക്കണു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവനത്തെ പഠിക്കണു, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം എന്തിനെ പഠിക്കണു, എങ്ങനെ നിസ്കരിക്കൊണ്ടു പഠിക്കണു, എങ്ങനെ കുളിക്കൊണ്ടു പഠിക്കണു, എങ്ങനെ നടക്കൊണ്ടു പഠിക്കണു, എങ്ങനെ പലക്ക് വരുന്നു പഠിക്കണു, എല്ലാ നിലക്കും ആ പരിപൂർണമായ ഇൽമിനെ പഠിക്കണുള്ള അവസരം അല്ലാഹു ഖബൂലാക്കട്ടെ. നല്ല ശരീഅത്ത് കോളേജ് ആവാൻ പള്ളികളും ഒരുപാട് അഭിവൃദ്ധിയാക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ നടത്തുന്നുകൊണ്ട് ഒരുപാട് ബഡ്ജറ്റുകൾക്ക് പൈസ അതൊക്കെ വേനാവും. ഞങ്ങൾ ആക്കി വെച്ച സമ്പത്ത് ഇവിടെ നല്ല നല്ല സമ്പത്തുള്ള ആൾമാരുള്ള ഞങ്ങളുടെ ഒട്ടിക്കുള്ള പൈസ എന്തിനെ കൊന്നില്ല. ഞങ്ങൾ വീട്ടിൽ മറിച്ചു പോയെങ്കിൽ ഞങ്ങൾ മറിച്ചെങ്കിൽ ഞങ്ങളുടെ കഫന് ചെയ്യുമ്പോൾ അഷ്ഫാഖ് വൈജ് മറിച്ചെങ്കിൽ അഷ്ഫാഖ് വൈജിനെ കഫന് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഈ തടിരെ മറക്കണുകില്ല 3 തൊണിരെ പുറത്തു മുണ്ടാസ് കെട്ടണമെങ്കിൽ കമ്മീസിലുടെങ്കിൽ നന്റെ ഉള്ള പൈസത്തിൽ നിന്നിട്ട് നന്റെ മയ്യത്തെ മറവ് ചെയ്യണകു, മറമാടണകു, കഫൻ ചെയ്യണകു, മുണ്ടാസു കമ്മീസ് എടുക്കണമെങ്കിൽ നന്റെ കുടുംബക്കാർ, നന്റെ അവകാശികളെ പെർമിഷൻ ഇല്ലാട്ട് എന്നൊക്കെ മുണ്ടാസ് കെട്ടണകു പോലും അവസരമില്ല. അങ്ങനെയാണ് നിയമം. മറിച്ചെങ്കിൽ ഞങ്ങൾ കഫന്റെ തുണിക്ക് ചെലവാക്കില്ല, അതെവിടെ ചെലവാക്കും? ഞങ്ങാർക്കും അതിന് വിഷയം ഞങ്ങൾ മറിച്ചിട്ടാകുമ്പോ ഒരാള് ഫോണാക്കിയിട്ട് കുടുംബത്തുകളുടെ ചൊന്ന അപ്പടുത്ത് തീർത്താവാട്ട് അങ്ങനെ ചൊല്ലുമ്പോ ഏതെങ്കിലും ഒരു സംബന്ധത്തെ ആള് ചൊന്ന അപ്പൊ നീ പേടിക്കണ്ട, കഫന്റെ തുണിന്റെ വിഷയത്തിൽ തല വെച്ചേക്കാൻ, അതെല്ലാം നാക്കണ വേണ്ട. 3 കുക്കോസീത്ത് അൽഹംദുലില്ലാ ഒരു 3,500 രൂപ ഒഞ്ഞു കിട്ടി. യഥാർത്ഥത്തിൽ വേന ഞങ്ങളല്ല, ഏതാള് മരിക്കട്ടെ, ഒരാണാണെങ്കിൽ ആ ആണ് അവന്റെ ഒട്ടിക ഉള്ള സ്വത്തുൽ നിന്നിട്ട് അവന്റെ മയ്യത്ത് പരിപാലിക്കണത് വേനായ ചെലവ് കഫന്റെ തുണിക്ക്. മയ്യത്ത് കട്ടിയിൽ മയ്യത്ത് കുളിപ്പാട്ടുണക്ക് പൈസ കൊടുത്ത് കുളിപ്പാട്ടെങ്കിൽ അതുക്കുല്ല പൈസ. ഖബറെടുക്കണക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യമുണ്ടെങ്കിൽ അതുക്കുല്ല പൈസ. അനിവാര്യമായിട്ടും ചെലവാക്കണ പൈസത്ത് ആ ആളെ പൈസത്തിൽ നിന്നെടുക്കണം. പിന്നെ അയാൾ അവകാശിക കയ്യിലിട്ട് ബാക്കിയുള്ള പൈസത്തെ ഊതിയാക്കി കൊടുക്കണം. മറിച്ചൽ പിന്നെ അങ്ങനെ. അപ്പൊ ഈ അനിവാര്യമായ ചെലവ് നന്റെ ഉള്ളതിൽ നിന്നിട്ട് എടുക്കണോ ചൊന്നില്ലേ? അവിടെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥ ചൊല്ലു, ഷാഫിഈ മദ്ഹബ് ചൊല്ലു. ഒരു മയ്യത്തിനെ കഫന ചെയ്യുമ്പോൾ മുണ്ടാസും കമീസും ഉണ്ടല്ലോ, അത് സുന്നത്തല്ല, അത് സുന്നത്തല്ല, നിർബന്ധം ഏതായാലും ഇല്ല, ജായിസാണ്, വേണമെങ്കിൽ ഇടാണ്ട് മാത്രം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തെ കഫന ചെയ്യുമ്പോഴത്തേക്കും മുണ്ടാസില്ലാത്ത കമീസും ഇല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായി ആയിഷ ബീബിയുടെ മടിയിൽ തലവെച്ചിട്ട് ആയിഷ ബീബി കണ്ട് 18 വർഷത്തെ ബാലകർത്തിയ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ജീവത്തെ കാണാൻ യാറെ സ്നേഹിച്ച പെണ്ണാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. എത്ര വലിയ സൂക്ഷ്മത, എത്ര വലിയ ജ്ഞാന ഭണ്ഡാര, എത്ര വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമ ആയിഷ ബീവി. 18 വർഷത്തെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് അനന്തരം മദീനത്തിൽ 40 വർഷം ഇൽമു കൊണ്ട് പ്രകാശിപ്പിച്ചിട്ട്, ഇടീ മദീനത്തെ ഇൽമു കൊണ്ട് 40 വർഷം പ്രകാശിപ്പിച്ച പെണ്ണാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങളുടെ പ്രഗൽഭമായ ഹദീസിലെ പണ്ഡിതന്മാരായ ശിഷ്യന്മാർ പോലും ഹദീസിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയം വന്നെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ കേൾക്കണ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
പ്രബലമായ 6 ഹദീസിന്റെ ഗ്രന്ഥത്തിൽ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ജാമിഉ തിർമിദി, നസായി ഇമാമുടെ സുനനുൻ നസായി, സുനൻ ഇബ്നു മാജ, സുനൻ അബീ ദാവൂദ, ഈ പ്രബലമായ 6 ഹദീസിന്റെ ഗ്രന്ഥത്തിലുള്ള ആയിരക്കണക്കിലുള്ള ഹദീസിൽ 25% ഹദീസ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒത്തിയ റിപ്പോർട്ടാക്കിയ ഹദീസാണ്. 25% 4 ഭാഗം 6 പ്രബലമായ ഗ്രന്ഥ ഖുർആന്റെ അനന്തരമുള്ള 6 പ്രബലമായ ഗ്രന്ഥത്തെ ആയിരക്കണക്കിലുള്ള ഹദീസിന്റെ കൂട്ടത്തിൽ 25% 4 ഭാഗം ആയിഷ ബീവി ഒത്തി റിപ്പോർട്ടാക്കിയ ഹദീസാണ്. അതും അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ 18 വർഷത്തെ വയസ്സ് മാത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് അവിടെ മടിയിൽ തലവെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു, ഉഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ 3 അസ്വാബ് ലൈസ ഫീഹാ ഖമീസും വലാ ഇമാമ. നന്റെ ഹബീബുടെ അല്ലാഹുവിന്റെ റസൂലിനെ കഫൻ ചെയ്യപ്പെട്ട 3 തുണി കൊണ്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ കഫൻ ചെയ്യല്. നേരായിട്ട് മുതൽ ഖമീസ് ഇല്ലാത്ത തലകെട്ട് മുണ്ടാസും ഇല്ല, ഖമീസും ഇല്ലാത്ത മുണ്ടാസും ഇല്ല. ഈ ഹദീസിനെ ബയാനാക്കിയ ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരാളുടെ മയ്യത്ത് ഖമീസും തലകെട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് സുന്നത്തിനെതിരാണ്. സുന്നത്തല്ല, ജായിസ് വേണമെങ്കിൽ ഇടാണ്ട് മാത്രമാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുള്ള നിർബന്ധം പോലെ നടപ്പിൽ വന്നു സുന്നത്തിനെതിരാണ്. അത് ഇടാണ്ടിക്കല നല്ല സുന്നത്ത് അങ്ങനെയാണ്. പക്ഷെ ഹനഫി മദ്ഹബിൽ ഖമീസും തലകെട്ട് സുന്നത്താണ്. അതിൽ അബൂ ഹനീഫ ഇമാമിന്റെ എവിഡൻസ് ഉണ്ട്, ഞങ്ങൾ ആ ഭാഗത്ത് പോലെ വേണ്ട. ഷാഫി മദ്ഹബിൽ സുന്നത്തില്ല. നിങ്ങൾ കേരളത്തിൽ നോക്കുക, കണ്ണൂരിൽ അപ്പുറം പോയെങ്കിൽ അവിടെ ഖമീസ് തലകെട്ട് ഇല്ലേ ഇല്ല. എത്ര പേര് പണ്ഡിതന്മാർ ജീവിക്കുന്നത് അവിടെ ഈ മുണ്ടാസും ഖമീസില്ല. ഞങ്ങൾ ജീവിതത്തിൽ ഓർക്ക പോലും തലക്കൊരു തൊപ്പി പോലും വെയ്ക്കാത്ത ആള് മറിച്ചെങ്കിൽ ഇത്ര പേരെ പക്കടി കെട്ടിട്ട് വെച്ച അള്ളാഹുനൊട്ടിക്ക് പോകുമ്പോൾ കബൂർക്ക് പോകും. അതൊരാവശ്യകതയില്ല, സുന്നത്തല്ല. ഏതായാലും ഞാൻ ചൊന്നോട്ട് വന്നേ, ഇനി ഒരാളെ മയ്യത്തേക്ക് ഖമീസും തലയ്ക്കെട്ട് എടുക്കണമെങ്കിൽ പോലും നന്റെ സ്വന്തം പൈസത്തിൽ എടുക്കണമെങ്കിൽ പോലും അത് അവകാശമേനെങ്കിൽ അവസരം ഇക്കണമെങ്കിൽ നന്റെ അനന്തരാവകാശികളായ എല്ലാരെ പെർമിഷൻ വേണോ. അപ്പൊ ഞങ്ങാക്കി വെച്ച സമ്പത്തിൽ നിന്നിട്ട് ഞങ്ങളുടെ സ്വന്തം മയ്യത്ത് ഒരു മുണ്ടാസ് ഖമീസ് എടുക്കണമെങ്കിൽ പോലും അവകാശികളെ പെർമിഷൻ ഇല്ലാണ്ട് അതുക്ക് പോലും അവസരം ഇല്ലാണ്ട് കണ്ടെങ്കിൽ ആ സമ്പത്ത് ഇത്ര കൂട്ടി വെച്ചിട്ട് എന്തൊരാക്കൊണു സഹോദര, എന്തൊരാക്കൊണു കാണു ഉമ്മമാര്, എത്രയാളുമാരാണ് സുബ്ഹാനല്ലാഹ് ഇണ്ട് ബുഹുറുണ്ട് ജുമാഅത്ത് കാസർഗോഡ് പള്ളിക്കൊരു വയസ്സായ ഒരാളുണ്ട്. സാധാരണ തലക്കാട് ടൂവാല് കെട്ടണമെങ്കിൽ അയാള് കഴുത്ത് ടൂവാല് കെട്ടിയിട്ടുണ്ടോ. എന്നിട്ട് അയാള് വന്ന് ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കൂട്ടിയോണ്ട് എന്റെ റൂമൊക്കെ വന്ന് ചൊല്ലു, ഉസ്താദേ ഇണ്ട് ബലിയാസ് ജുമാ കഞ്ഞി നക്കൊരു കളക്ഷൻ ആക്കി തരണോ. അത് കേട്ട എന്തേ നിങ്ങൾക്ക് എന്തോ തൊന്തര ബുദ്ധിമുട്ടുണ്ട്. അപ്പലെ അയാളെ ടൂവാലിന്റെ ഗെലിച്ച് കാട്ടിട്ട് സുബ്ഹാനല്ലാഹ് അപ്പലെന്നാ കണ്ണപ്പറ തിരിച്ച അയാളുടെ കഴുത്ത് നോക്കുന്നത് പോലും സാധ്യയില്ല. അത്തരമാത്രം ഒരു നൊമ്പലാണ് അയാളുടെ കഴുത്തിലുള്ളേ. അത്തരമാത്രം അള്ളാഹുടെ ഒരു പരീക്ഷണം, ഒരു രോഗമാണ് അയാളുടെ ആ ഭാഗത്തിലുള്ളേ. അത് ആൾമാർക്ക് കണ്ട് സദിക്കൊണ്ടു സാധ്യയില്ല ചൊന്നിട്ട് അതിനെ മറിച്ചിട്ട് അയാൾ ടൂവാല് കെട്ടിയിട്ട് വന്നിന്. ആൾമാർ അതിനെ കണ്ട് ബഹിരകത്തിരുന്നൊക്കെ എന്തെങ്കിലും തട്ടു ചൊന്നിട്ട് അതിനെ തുറന്ന് കാട്ടിത്തയാള് അത് നോക്കി നിൽക്കണു. ഒരാളും സബൂർ വന്നില്ല, സാധ്യയില്ല. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. എത്ര ആളുമാർ വേണം. ഒന്ന് ബയറുനൊമ്പല ചെന്ന് ഹോസ്പിറ്റലിൽ പോയി, ബയറുനൊമ്പലത്തേക്ക് മെഡിസിൻ കൊടുത്തത് ബയറുനൊമ്പല സുമാറായില്ല. സ്കാനിങ് എഴുതി കൊടുത്തു, സ്കാനിങ് ആക്കി റിപ്പോർട്ട് നോക്കുമ്പോ എന്തും കാട്ടില്ല, ബയറുനൊമ്പല നിൽക്കില്ല. അവസാനം എൻഡോസ്കോപ്പി ആക്കി നോക്കൂ. എൻഡോസ്കോപ്പി ആക്കി നോക്കുന്ന ഭയത്തിലൊക്കെ ക്യാൻസർ ഉണ്ടോ. ഇയാൾ എത്ര വർഷത്തിനുണ്ടാക്കി വെച്ച എനിക്കത് സമ്പത്ത് നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിന്റെ കിടാവുക്ക് വേണ്ടിയിട്ട്, നിന്റെ പെണ്ണുക്ക് 2 വർഷമായി അവിടെ 18 വർഷം ആഡംബരമായ നല്ല നിനക്കൊരു മങ്ങിലാക്കൊണ്ടു വേണ്ടിയിട്ടുണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വെച്ച എനിക്ക് ലക്ഷക്കണക്കുള്ള പൈസത്തെ പോലും പെരകെടുക്കണായി വന്ന ഈ രോഗത്തെ ഒന്ന് ചികിത്സിക്കൊണ്ടു വേണ്ടിയിട്ട്
ഈ സമൂഹത്തിലെ എത്ര ആൾമാർ ക്യാൻസർ രോഗികളായ പല കാലത്തിൽ ഞങ്ങൾ ക്യാൻസറിന്റെ ചൊല്ലുക പോലും പേടിയിട്ട് ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ ഹിരിയ ആളുമാര് ക്യാൻസറിന്റെ പേരെടുത്തിട്ട് പോലും ചൊന്നോ ഇല്ലാതെ പേടിച്ചിട്ട് വലിയ സീക്കൂല വലിയ ദൂല ഇന്റെ വ്യാപകമായിട്ട് ബാലകർത്തി പെണ്ണുമക്ക ബാലകാർമാർ മരിക്കടെ ബ്രെയിൻ ട്യൂമർ, ബ്രസ്റ്റ് ക്യാൻസർ, ലിവർ ക്യാൻസർ ചൊല്ലുണക്ക് പോലും പേടിയ അവിടെ തരത്തിലുള്ള ശരീരത്തെ ഭാഗങ്ങൾക്ക് ക്യാൻസർ, ലങ്സ് ക്യാൻസർ. സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബ അസ്സദഖതു റദ്ദുൽ ബലായ, നിങ്ങൾക്ക് ബണ്ടകനികത്തെ മോശമായ മരണ, നിങ്ങൾക്ക് ബണ്ടകനികത്തെ മോശമായ രോഗ ഈ സമൂഹത്തെ ആളുമാർ പോലും നിങ്ങളെ മുട്ട പറഞ്ഞുക പോലും വെറുകിടകനികത്തെ രോഗങ്ങളുണ്ടല്ലേ, അതിൽ നിന്ന് കാവല് വേണ അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി ചെലവാക്കുമോ. മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി, പാവപ്പെട്ട ഒരു സ്വഹാബി ചൊല്ലു, നിസ്കാര കഴിഞ്ഞിട്ട് സലാം ബീറ്റ സാത്ത് കയ്യിൽ ഓടിപ്പോയോണ്ടിട്ട് നബി തങ്ങൾ കേക്കട അള്ളാഹുന്റെ എന്തും കേൾക്കണമെങ്കിലേ, അള്ളാഹുന്റെ എന്ത് കേൾക്കണമെങ്കിലേ സലാം ബീറ്റ എനിക്ക് ഓടരമാ. ആ സ്വഹാബി ചൊല്ലു, നബിയെ നാണൊരു ഫഖീരനാണ് നബിയെ, നാണൊരു പാവപ്പെട്ട ഒരു ഫഖീരനാണ് നബിയെ, എന്റെ കുടുംബ ജാവും പോലും പട്ടിണി കിടക്കുന്ന നബി, എന്തെങ്കിലും എപ്പെങ്കിലും കിട്ടിയെങ്കിലേ. നാണ് സുബൈ നിസ്കാര കഴിഞ്ഞ് സുമാറ് നേരെ കഴിഞ്ഞിരുന്ന ലൗത്തുക്ക് പോകുമ്പോ നിന്റെ നേരടെ ഒരാളുടെ ഈത്ത പോലത്തെ മറുണ്ടല്ലേ, അതിന് കേളിങ്ങനെ ബഗ്ഗിയിട്ട് നിന്റെ ജാലുക്ക് പോകുന്നു ജാവത്തെ കാത്തുക അതിന് സുമാർ ഈത്ത പോലെ താഴ്ണ്ട്. നാ സുമാറ് നേരായിട്ട് ഔത്തുക്ക് പോകുമ്പോ നിന്റെ മക്ക ജാവുക്ക് പട്ടിണി കിടന്നുറങ്ങുക. സുബൈക്ക് വേഗ എഞ്ചിന്റെ പത്ത് പറയുമ്പോ ഈ ഈത്ത പോലത്തെ കാണുമ്പോ വേഗത്തിനെ പെരക്കിട്ട് ബായി കിട്ടിട്ട് നബിയെ ഞാൻ ഒരു നാൾ പള്ളിരഞ്ഞ് പോകുമ്പോ നിന്റെ മക്ക ഈത്ത പോലെ തിന്നോട്ടുണ്ട്. അങ്ങനെ തൊണ്ടക്ക് കൈയിട്ട് കാറുവാട്ടിയ നബിയെ, അന്യാളുടെ സ്വത്തു നിന്റെ നിരടവുണ്ട് സ്വത്തു അവന് പൊരുത്തപ്പെട്ട് തരാണ്ട് നക്കത് ഹലാലാവാ, നിന്റെ മക്കൾക്ക് ഹലാലാവാ. അതുകൊണ്ട് നബി അണ്ടില് പിന്നെ എന്റെ മക്കൾക്ക് അവിടേക്ക് മുന്നോലു സുബഹി നിസ്കാര കഴിഞ്ഞിട്ട് എന്റെ ചെറിയ വയസ്സ് നിസ്കാര പോലും നിർബന്ധമില്ലാതെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് പോലും വയസ്സാവാത്ത കനികത്തെ മക്കൾക്ക് അവിടേക്ക് മുന്നോലു നാ ഓടിപ്പോയിട്ട് നിന്റെ ജാലുള്ള ഈത്ത ബലത്തെ പിറക്കിട്ട് നിരടുകൊണ്ട് പടിയിൽ വെച്ച് വേണ്ട നബിയെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ഹൊറത്തു. അള്ളാഹുരൊന്നും കേൾക്കണമെങ്കില്ലാത്തത് കൊണ്ടിട്ടല്ല അള്ളാന്റെ റസൂലൻ കൂടെ സ്വഹാബികളെ കണ്ണില് തന്നി വന്നു വീട്ടൊരു സ്വഹാബിനെ ദാരിദ്ര്യത്തനത്തെ കേൾക്കുമ്പോ സ്വന്തം കുടുംബ പട്ടിണി ನೆರಡಾಲ ಈತ ಬಲ ಬಿರ್ಕೆ ಈತ ಬಲത്തെ പെരകി തിന്നര കനിക്കത്തെ ഒരു പരിസ്ഥിതി അല്ലാഹുവിന്റെ റസൂൽ ആ ನೆರಡാല വിളിച്ചു കേക്കട്. ആ ആള് മദീനത്തെ പള്ളിയിലെ കൊണ്ടു, പക്ഷെ ആള് മുനാഫിക്കാണ്, ഉൾക ഈമാനില്ല, പർത്തിൽ മാത്രം തോർപ്പടിക്ക് കപട വിശ്വാസി. അയാളുടെ അല്ലാഹുവിന്റെ റസൂൽ കേക്കട്, സഹോദര നിന്റെ ഇയാളൗത്തെ ജാലക ബഗ്ഗിട്ടുള്ള കൊമ്പുള്ള കനിക്കത്തെ ഈത്ത ബലുണ്ടല്ലേ, ആ മരത്തെ നീ ഇയാൾക്ക് നീ ഹദിയ കൊടുക്കൂടേ. അള്ളാന്റെ സ്വർഗത്തിൽ നിനക്ക് 10 ഈത്ത ബലത്തെ മരത്തെ നാണ് വാഗ്ദാനാക്കടേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളാ ചൊല്ലുമ്പൊത്തുക മുനാഫിക്കായ ആളായതുകൊണ്ട്, കപട വിശ്വാസിയായതുകൊണ്ട്, ഖൽബിൽ ഈമാനില്ലാത്തത് കൊണ്ട് അയാൾ ചൊല്ലു, നബിയേ ആഖിറത്തെ പ്രതിഫലത്തിന് വേണ്ടി വിക്കണു ഈത്ത ബലത്തെ മറന്നിട്ടുകയില്ല. ദുനിയാവുടെ വെള്ളിയുടെ പൈസ എണ്ണി തന്നെങ്കിൽ അതിക്ക് വേണ്ടി വിക്കണമില്ല, മറന്നെ ജാലുണ്ടോ. പടക്കത്തെ ചൊല്ലുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഉള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ ഈമാന്റെ ഒരു തിറാസിലും അബൂബക്കർ ഈമാന്റെ പിന്നൊരു തിറാസിലിട്ടെങ്കിൽ പോലും അബൂബക്കർ ഈമാനക്ക് തിന്നയാറാണ് പ്രഖ്യാപിച്ച അല്ലാഹുവിന്റെ റസൂല് സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാടിയിട്ട് എഞ്ചി നിന്ന് ചൊല്ലോടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തെ 10 ഈത്ത ബലത്തെ മര വാഗ്ദാനാക്കുമ്പോ വേണ്ട ചൊന്ന മനുഷ്യക്ക് ദുനിയാവുടെ വെള്ളിയുടെ കോയിനക്ക് പകരമാണെങ്കിൽ ഈത്ത ബലത്തെ മറവുണ്ടോ ചൊന്ന മനുഷ്യക്ക് ഒന്നല്ല നബിയേ, ഒരു ഈത്ത ബലത്തെ മരത്തുക്ക് ബദല് 10 ഈത്ത ബലത്തെ മരത്തെ പൈസ നാണ് കൊടുക്കൂടെ നബിയേ.
അല്ലാഹുവിന്റെ റസൂല് സ്വർഗ്ഗത്തിൽ വാഗ്ദാനാക്കിയ 10 ഈത്തപ്പനത്തെ മര അബൂബക്കർക്ക് തണ്ടാര നബിയേ. അതാണ് ആഖിറ കൊണ്ട് വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിക്കട്, ഹബീബായ തങ്ങൾ വാഗ്ദാനം കൊടുക്കുന്ന അബൂബക്കർ സ്വർഗ്ഗത്തിൽ ആ 10 ഈത്തപ്പനത്തെ മരത്തുക്ക് നാണ് ജാമീന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പനത്തെ മരത്തെ പൈസ എണ്ണി കൊടുക്കുടൂ. അബൂബക്കർ എന്റില്ലാതെ ദരിദ്രനല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ വിചാരിച്ചിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വതക്ക കേട്ടിട്ടാകുമ്പോ ഒരു പൊട്ടിയ കള്ളവും ഒരു ഒല്ലി കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തുള്ള ആ അവസ്ഥക്ക് എത്രയ്ക്ക് മുന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 6 ഗൊന്തുണ്ട ആൻഡോൽ ഇൻകം എത്ര ഗൊന്തുണ്ട വാർഷിക ആദായത്തിന് ഗൊന്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ 40,000 വെള്ളിയുടെ നാണ്യങ്ങൾ. വർഷத்துக்கு 40,000 സ്വർണ്ണ നാണ്യം, ദീനാറ്, വെള്ളിയുടെ നാണ്യമല്ല ദീനാർ, തപ്പിപ്പോയി. 40,000 സ്വർണ്ണ നാണ്യങ്ങൾ സമ്പാദിച്ചോട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കൊടു. പരിശുദ്ധ ഖുർആൻ കേൾക്കട്ടെ, മന്ദല്ലദി യുഖ്രിദുല്ലാഹു ഖർദൻ ഹസന. അല്ലാഹുവിന് നല്ല കട കൊടുക്കൊടുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുള്ളാറ് അല്ലാഹുവിന് കട കൊടുക്കണം? ആരുള്ളാറ് അല്ലാഹുവിന് കട കൊടുക്കുന്നെങ്കിൽ അല്ലാഹ് തൃപ്തിപ്പെട്ട മാർഗത്തിൽ കട കൊടുക്കൊടുക, ചെലവാക്കൊടുക. ആരുള്ളാറ്? അൽഹംദുലില്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി, ഈ പള്ളിയിലെ മഹിളാ ശരീഅത്തിനെ കോളേജിന് വേണ്ടിയിട്ട്, മഹിളാ ശരീഅത്തിനെ കോളേജിന് വേണ്ടിയിട്ട്, ഈ പള്ളിയിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് നല്ല തീരുമാനമാണ് കമ്മിറ്റിക്കാരൻ. ഈ പള്ളിയുടെ അഭിവൃദ്ധിക്കും ഈ പള്ളിയുടെ പരിസരത്തിൽ ശരീഅത്ത് കോളേജ്, ഈ രായത്തെ പെണ്ണുങ്ങൾക്ക് ഒരു ഗണ്ടിയുടെ ക്ലാസ് കൊടുക്കണക്കും, ഈ രായത്തെ ബാളകാർമാർക്ക് ഇൽമു പഠിപ്പാട്ടും, ഈ പള്ളിയിലെ ഏളികൾക്ക് വേണ്ടിയിട്ട് ധാരാളം ചെലവുണ്ടു ചൊല്ലുമ്പോൾ ഈ രായത്തെ പൈസക്കാരത്തേക്ക് പിന്നെ സഹായിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല ഒരു സാധ്യ അവിടെ ആളുകൾ നല്ലൊരു സംഖ്യ ചൊല്ലും. ഞങ്ങൾ ദൂരന്നിട്ട് ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോവാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കട്ടെ. അല്ലാഹുവേ, നക്ക് നീ തന്നെ സമ്പത്ത്, നക്ക് നീ തന്നെ സ്വത്ത്, നക്ക് നീ തന്നെ ആരോഗ്യം കൊണ്ട് സമ്പാദിച്ച കനികത്തെ സമ്പത്തിൽ ഇത് ഈ ഭാഗം ഇത് നിക്ക് വേണ്ടിയിട്ട് കട പ്രഖ്യാപിക്കല്. ആഖിറത്തിൽ ഇതിന്റെ പ്രതിഫലം നക്ക് കിട്ടേണ്ട ചൊല്ലുന്ന വേഗ ഒരു 10 ആള് നല്ലൊരു സംഭാവന ചൊല്ലും. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ സാന്ദർഭികമായിട്ട് കമ്മിറ്റിക്കാരെ നിങ്ങളെ ഏൽപ്പിച്ചേ. വലിയൊരു കളക്ഷൻ ആക്കണത് പിരിവാക്കണമെന്നൊന്നും എന്നിട്ട് ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരുപാട് പൈസ ആവശ്യമുള്ളത് അല്ലേ? അള്ളാഹു അതെല്ലാം പൂർത്തിയാക്കും. അള്ളാഹു ഖൈറായ നിനക്ക് അതെല്ലാத்தையும் അള്ളാഹു പൂർത്തിയാക്കി തരും. അതുകൊണ്ട് അള്ളാഹുടെ ദീനിക്ക് വേണ്ടി പൈസ ചെലവാക്കണം, അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി സമ്പത്തിന് ചെലവാക്കണം, അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹ് തന്നെ ആരോഗ്യത്തെ ചെലവാക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം പരിപാടി. അതിൽ നിന്നിട്ട് ആൺമാർ പെരുക ജാരിയപ്പെടാണ്ട് ഞങ്ങൾ ഒരുപാട് ദുരന്തങ്ങളും മുസീബത്തും അപകടങ്ങളും അപകട മരണങ്ങളും ഈ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഈമാനുള്ള മുസ്ലിമീങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞുപോയി തപ്പാക്കാത്ത മനുഷ്യന്മാർ ആരും ഇല്ല. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബിക പോലും വന്ന് പുൽപ്പെട്ടോട് നബിതങ്ങളുടെ കേൾക്കുന്ന നബി തന്റെ ജീവനത്തിൽ ഇങ്ങനെ വന്നുപോയി അള്ളാഹുനക്ക് മാഫ് തരുവാണ്. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു, അള്ളാഹുരൊട്ടിക്ക് പുൽപ്പെട്ടോട് കേട്ട കണ്ണ്, തൗബ ചെയ്യുന്ന കണ്ണ്, ആ കണ്ണടയും അള്ളാഹുടെ ഇടയിൽ ഒരു മരയും ഇല്ല. അള്ളാഹിന്റെ പുറത്ത് കേട്ടോണ്ട് അള്ളാഹ് പുറത്തു കൊടുക്കുറാണ്. ആ തൗബ ചൊന്നും മടങ്ങയുടെ വിഭാഗത്തിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് എല്ലാവരും നെഞ്ചിനിക്കും ഒരു 3 സ്വലാത്ത് ചൊന്ന് ഞങ്ങൾ ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ജമാഅത്തിലെ എല്ലാ അഭിവൃദ്ധി എല്ലാ കാര്യത്തെയും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. വലിയ ഒരു ഫണ്ടുടെ ആവശ്യമുണ്ട്, വലിയൊരു ഫണ്ട് ആവശ്യമുണ്ട്. ഒരുപാട് ആളുമാർ ഇവിടെ സഹായിക്കട സഹകാരാക്കട. അതുകൊണ്ടാണ് മാഷാ അല്ലാഹ് ഇത്ര നല്ലൊരു വേദിയും സദസ്സും ഇവിടെ ആക്കുന്നത് സാധ്യമായിരിക്കും.
അള്ളാഹു ഈ രായത്തിൽ അള്ളാഹു ബർക്കത്തിന് തരട്ടെ, ഇൽമുടെ അള്ളാഹു നിലനിർത്തട്ടെ. ഈ രായത്തെ ബാലകാരന്മാർ, ബാലകർത്തിമാർ, സഹോദരന്മാർ, കുടുംബക്കാർ അള്ളാഹു ഇസ്സത്തിന് കൊടുക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു എല്ലാവിധ ശർറുകളിൽ നിന്ന്, മുസീബത്തിൽ നിന്ന് അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ആരുള്ളാരാ സംഭാവന ചൊല്ലു? ഒരാളില്ല. അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല ഈ ചൊന്നതും കേട്ടതും ഈ സദസ്സും അല്ലാഹു കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തരട്ടെ. എല്ലാവിധ മാരകമായ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളിൽ, ആക്സിഡന്റ് പോലത്തെ അപകട മരണത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الملوك يا راج السيدا يا الله. ഈ സദസ്സിൽ നീ സ്വീകരിക്കാൻ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടെ ഞങ്ങളെ എല്ലാ ദോഷത്തെയും നീ വിട്ടുപുറത്ത് മാഫാക്കാൻ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്തിൽ ഒരുപാട് തപ്പ് വന്നു പോയി റഹ്മാനെ. തിരിഞ്ഞിട്ടും തിരിയാണ്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെറിയതും വലിയതുമായ ഒരുപാട് ദോഷങ്ങൾ വന്നുപോയി റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷത്തിനെ വിട്ടുപുറത്ത് മാഫാക്കാൻ റഹ്മാനെ. ഞങ്ങളുടെ അപ്പാവുമ്മക്ക് പുറത്തു കൊടുക്കാൻ റഹ്മാനെ. ഞങ്ങളുടെ ഇലകമൂത്തങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ റഹ്മാനെ. ഞങ്ങളുടെ നിരക്കരണങ്ങൾക്കും ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളെ സഹായിച്ച ആൾമാർ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചൊന്ന ആൾമാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആൾമാർ, ഞങ്ങളുടെ ഉസ്താദന്മാർ, മശായിഖന്മാർക്കും നീ പുറത്തു കൊടുക്കാൻ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കാൻ റഹ്മാനെ. എല്ലാവിധ അപകട മുസീബത്തിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സിഹർ കണ്ണേറിൽ നിന്ന് അങ്ങനെയും അങ്ങനെ നീ സലാമത്താക്കണേ അല്ലാ. പടച്ചോന നഗര കൂട്ടത്തിൽ ഒരുപാട് രോഗികളുള്ള റഹ്മാനെ. ക്യാൻസർ ബാധിച്ച ആളുമാർ, കിഡ്നി പേഷ്യന്റുമാർ, ഹാർട്ട് പേഷ്യന്റുമാർ, BP ഷുഗർ ഉള്ള ആളുമാർ, ശരീരത്തെ പല ഭാഗങ്ങൾക്ക് പലതരത്തെ അസുഖങ്ങൾ ബാധിച്ച ആളുമാർ, യാ ഷാഫി പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടവുള്ള ആളുമാരുണ്ട് റഹ്മാനെ. കടവീടണുകൊല്ല മാർഗം നീ കാട്ടി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നെയ്പ്പില്ലാത്ത ഒരുപാട് സഹോദരന്മാരുള്ളാറ്. ഖൈറായ നെയ്പ്പടെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മഹിളാവിടെ വയസ്സായ ധാരാളം സഹോദരിമാരുള്ളാറ്. ഖൈറായ ഇനകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പണ്ട് ഇതുപോലത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ നല്ല ഖൈറായ ഒരു ജീവിതത്തെ കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത ആളുമാരുണ്ട് റഹ്മാനെ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങൾക്ക് തന്ന മക്കളെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ധാരാളം ആളുമാരുണ്ട് റഹ്മാനെ. അങ്ങനെ എല്ലാവരും ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. നരകത്തെ അദാബിൽ നിന്ന് കാവൽ കൊടുക്കണേ അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഖബറുക നിന്റെ കാരുണ്യത്തെ നോട്ടം കൊണ്ട് നോക്കണേ അല്ലാ.
അങ്ങനെ ഖബറുകൾ നിന്റെ റഹ്മത്തിന്റെ വായിൽ തുറന്നു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്നെ എല്ലാത്തിലും ബർക്കത്തിലെത്താ റഹ്മാനേ. നീ തന്നെ ആയുസ്സിലും, നീ തന്നെ സമ്പത്തിലും, നീ തന്നെ സന്താനത്തിലും, നീ തന്നെ ഇൽമിലും, നീ തന്നെ ഇബാദത്തിലും, നീ തന്നെ ആരോഗ്യത്തിലും നീ ബർക്കത്തിലെത്താ അല്ലാഹ്. മരിക്കോളം ഞങ്ങളുടെ ഈമാനും ഇസ്സത്തും നീ സലാമത്താക്കണേ റഹ്മാനെ. പടച്ചവന് മുസ്ലിമീങ്ങളെ ഇസ്സത്തിനെ നീ കാക്കണേ അല്ലാ. മുസ്ലിമീങ്ങളെ നീ ഐക്യത്തിലാക്കണേ അല്ലാ. ഇസ്ലാമുടെ ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ ശത്രുക്കളിൽ നിന്ന്, മാരകമായ മുസീബത്തിൽ നിന്ന് നീ സലാമത്ത് തരണേ അല്ലാ. ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും ഹജ്ജ് ചെയ്യണകും ഉംറ ചെയ്യണകും നിന്റെ ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്താക്കണകുള്ള ഭാഗ്യത്തെ താ റഹ്മാനേ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുമാർ ഖബറുള്ള ഏത് അവസ്ഥയിലിട്ട് ഞങ്ങൾക്ക് ഗുന്തില്ല റഹ്മാനേ. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഏകാന്തതയിൽ ഞങ്ങൾക്ക് സലാമത്ത് കൊടുല്ലാ. അങ്ങ് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ ജീവിതത്തിൽ വന്നുപോയ യാര കുരുടിക്ക് നീ മാഫ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നിന്റെ ഇൽമുടെ ഈ സദസ്സുക്ക് വേണ്ടി സഹായിച്ച സഹകാരാക്കിയ ആളുമാർക്ക് അർഹമായ പ്രതിഫലത്തെ കൊടു റഹ്മാനേ. ഈ കുടുംബാടി പള്ളിയെ കമ്മിറ്റിക്കാരങ്ങ് നീ അർഹമായ പ്രതിഫലത്തെ കൊടു റഹ്മാനേ. നിന്റെ ഇൽമുക്ക് വേണ്ടി അങ്ങ് എടുത്ത ഓരോ തീരുമാനത്തെ നീ വിജയിപ്പിക്കണേ റഹ്മാനേ. അതൊക്കെ സഹായിക്കകളെ നീ സഹായിക്കണേ അല്ലാ. ആ ഇൽമുടെ സദസ്സുക വണ്യക നീ നാഫിആയ ഇൽമുടെ കൊടു റഹ്മാനേ. അങ്ങനെ കുടുംബത്തിന് ഇസ്സത്തും സമാധാനത്തെ കൊടു റഹ്മാനേ. പടച്ചോന് ഈ ഇൽമുടെ സദസ്സുക വണ്യ ആളുമാർക്കുണ്ട് ഭക്ഷണത്തെ സൗകര്യം ചെയ്യുന്ന സയ്യിദായി അല്ലാഹുവേ, അയാൾക്ക് നീ നൈഫുൽ ബർക്കത്തിന് കൊടുല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഹജ്ജും ഉംറ ചെയ്യണകുള്ള ഭാഗ്യത്തെ കൊടു റഹ്മാനേ. ഈ സദസ്സുള്ള ഓരോ ആണികളെയും പെണ്ണുകളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടു റഹ്മാനേ. അങ്ങനെ ദാമ്പത്യ ജീവനത്തിൽ ബർക്കത്തിലെത്താ റഹ്മാനേ. പലരും എന്റെ സ്വന്തം മാപ്പിളമാരുടെ സ്വഭാവത്തെ കാരണത്തിൽ കുടുംബ ജീവനത്തിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള ധാരാളം സഹോദരിമാരുണ്ട്. അങ്ങനെ ദാമ്പത്യ ജീവനത്തിൽ ഖൈറും ബർക്കത്തും യോജിപ്പര് കൊടു റഹ്മാനേ. അങ്ങ് നല്ല സ്വഭാവത്തെ കൊടു അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് മരണം ഖൈറായ സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊന്ന് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് വുദൂഓടെ വരിക്കണകുള്ള ഭാഗ്യം താ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد والآل